നിനക്ക് സന്തോഷായില്ലേ? മതിയടി നീ പാവം കളിച്ചത്. നാടകം കളിച്ച് കളിച്ച് എന്റെ ജീവിതം നീ തട്ടിയെടുത്തില്ലേ? എന്നിട്ട് നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ? അവളുടെ ഒരു പൂങ്കണ്ണീരും അഭിനയവും ഇതായിരുന്നു നിന്റെ ഉദ്ദേശമെങ്കിൽ ആ കല്യാണ മണ്ഡപം വരെയെങ്കിലും എന്നെ എത്തിക്കാതിരുന്നൂടായിരുന്നു നിനക്ക്. നീ എന്തിനാ കരയുന്നേ? നീ സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? എല്ലാം നേടിയെടുത്ത ദിവസം. അതെ, ഒന്നോർത്തോ, എന്റെ മകളെ കരയിച്ച് നീ നേടിയെടുത്തതൊന്നും ശാശ്വതമാവില്ല. ഇന്നത്തെ ഈ ദിവസം നിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി നീ ഓർക്കും. നടക്കേണ്ടത് നടന്നില്ലേ? ഇനിയിപ്പോ വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? കാഴ്ചക്കാർക്ക് എന്തു പറയാം, അനുഭവിച്ചത് മുഴുവൻ ഞാനാ. ക്ഷണിക്കപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ ഒരു കോമാളിയായി ഞാൻ നിൽക്കേണ്ടി വന്നു. എല്ലാത്തിനും കാരണം ഇവളാ. ഈ ജന്മം ഞാൻ ഇനി ഇവളോട് ക്ഷമിക്കില്ല. വീട്ടു ജോലിക്ക് വന്ന് ഗൃഹനാഥനെ മയക്കെടുക്കുന്ന ആട്ടക്കാരികളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പതാ നേരിട്ട് കണ്ടു. മതി, നിർത്ത്. ഇനിയൊരു വാക്ക് ഗംഗയെ പറ്റി പറഞ്ഞ ഈ വീട്ടിൽ പിന്നെ സ്ഥാനം ആർക്കും ഉണ്ടാവില്ല. നിന്നോട് ഗംഗ എന്ത് തെറ്റായത്? തെറ്റിയത് ഞാനല്ലേ? അപ്പൊ ചോദ്യം ചെയ്യേണ്ടത് എന്നെയാ, അല്ലാതെ ഗംഗയല്ല. ഓ, അവളെ പറഞ്ഞപ്പോ മഹിക്ക് പൊള്ളിയല്ലേ? അതെ, അവളെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും. കാരണം ഇന്നു മുതൽ ഗംഗ എന്റെ ഭാര്യ. ഭാര്യയെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. അപ്പൊ ഇത്രയും നാള് മഹിയേട്ടൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് മഹിയേട്ടനെ മാത്രം സ്വപ്നം കണ്ട് നടന്ന എനിക്ക് എന്ത് വിലയാ തന്നത്? എന്താ മഹിയുടെ നാവിറങ്ങിപ്പോയോ? ഭാര്യയ്ക്ക് വേണ്ടി ന്യായം പറഞ്ഞ ഭർത്താവ് എന്റെ മകളോട് കൂടി മറുപടി പറയ. ശ്രേയെ ഞാൻ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് എന്റെ മാളുവിന് വേണ്ടി മാത്രമാണെന്ന് പലതവണ ഞാൻ പറഞ്ഞതാ. എന്റെ മാളുവിന് നല്ലൊരു അമ്മയാവാൻ ശ്രേയയ്ക്ക് സാധിക്കില്ലെന്ന് നീ തന്നെ പലപ്പോഴായിട്ട് തെളിയിച്ചിട്ടുള്ളതല്ലേ? ഓ, ആ ന്യായം കൊള്ളാം. എന്തായാലും നടക്കേണ്ടതൊക്കെ നടന്നു. ഇനി പഴയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവരെ അകത്തോട്ട് സ്വീകരിക്കാം. ആഹാ, അത് കൊള്ളാം. ഇനി താലപ്പൊലിയെടുത്ത് ആനയിക്കണമായിരിക്കും. അതിനാണ് നിൽക്കുന്നെങ്കിലേ അത് നടക്കില്ല, നടത്തിക്കില്ല ഞാൻ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇത് എന്റെ വീടാ. ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. വീട് നിന്റെ ആയിരിക്കാം മഹി, പക്ഷേ ഈ വീട്ടിലുള്ളവരും ജാനകി അമ്മയെ അംഗീകരിക്കാത്ത വിവാഹത്തിന് ആരതി ഒഴിഞ്ഞുള്ള ഗൃഹപ്രവേശം ഒന്നും നടത്താൻ പറ്റില്ല. അതെ, എനിക്ക് എന്ത് നീതി എവിടെ ഉള്ളതെന്ന് എനിക്കറിയണം. മഹിയേട്ടനായുള്ള എന്റെ വിവാഹം ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല, ഇവിടെയുള്ള എല്ലാരും കൂടെ തീരുമാനിച്ചതാ. എന്താ ആന്റി, അല്ലേ? അതെ, ശ്രേയ പറയുന്നതിലും കാര്യമുണ്ട്. അവള് ഒരു വിധവയുടെ മനസ്സോടെ ഇവിടെ നിൽക്കുമ്പോ ആഘോഷമായി നിങ്ങളെ ആനയിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ എടുത്തോണ്ട് വരാൻ നിന്നോട് ആരാ പറഞ്ഞേ? അതെ, അല്ലെങ്കിലും ഈ വീട്ടില് വീട്ടുകാരെക്കാൾ സ്ഥാനവും അധികാരവും
വേലയ്ക്ക് വന്നവർക്കാണല്ലോ. അതല്ലേ ഒരുത്തി ഇപ്പൊ വീട്ടിലമ്മയായത്. അയ്യോ മാഡം, ദേവയാനി മാഡം പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാൻ ഇതൊക്കെ എടുത്തോണ്ട് വന്നത്. ഞാൻ പറഞ്ഞിട്ടോ? നാത്തൂനെ, എന്നാലും എന്നോട് എന്റെ മോളോട് ഈ ചതി വേണ്ടായിരുന്നു. ഇല്ല ഹൈമാവതി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ എന്തിനാ നുണ പറയുന്നത്? വർഗസ്നേഹം കാണിക്കാൻ എന്നെ കൂട്ടുപിടിക്കേണ്ട കാര്യം എന്താ? മാഡം അല്ലേ ഇതൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്? മാഡം പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടതാ. സീമേ, മഹിയൊക്കെ വന്നത് കണ്ടില്ലേ? വേഗം ആരതി നിലവിളക്കം കൊണ്ടുവരൂ. ദേവയാനി മാഡം അല്ലേ ആരതി നിലവിളക്കം കൊണ്ടുവരാൻ പറഞ്ഞത്? അത് നിങ്ങളൊക്കെ എന്തിനെങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വേഗം ഗംഗയെ അച്ഛനെ അകത്തേക്ക് കേറ്റണ്ടേ? സീമയോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, വീട്ടുകാരും അംഗീകരിക്കാത്ത ഈ വിവാഹം അംഗീകരിക്കാനും എനിക്ക് പറ്റില്ല. അത് പറയേണ്ടത് മുത്തശ്ശിയാ. മുത്തശ്ശി പറയട്ടെ, ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണ്ടെന്ന്. അല്ലെങ്കിൽ അത് ചെയ്തിരിക്കണം. മുത്തശ്ശി, കണ്ടല്ലോ, ഇപ്പൊ മനസ്സിലായില്ലേ? ജാനകി അമ്മയ്ക്ക് ഞങ്ങളുടെ അഭിപ്രായം തന്നെയാ. ഇതെന്താ ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കാത്തത്? എനിക്ക് എന്റെ അച്ഛനെ അമ്മയെ സ്വീകരിക്കുന്ന കാണണം. എന്റെ ഇഷ്ടത്തിന് ഇവിടെ എല്ലാം നടക്കുന്നതെന്ന് പറയില്ലേ? എന്നിട്ട് എന്താ ഇത് മാത്രം നടത്താൻ ഒരു മടി? മാളു, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കുട്ടികൾ അഭിപ്രായം പറയാൻ പാടില്ല. പറ്റില്ല, എനിക്കത് കാണണം. എല്ലാം ദേ അവളുടെ പണിയാ. മാളുവിനെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് ഗംഗയാ. സോപ്പിട്ട് നടന്ന് നടന്ന് വേലക്കാരി വീട്ടുകാരിയായല്ലോ. അതെ, ഇനി അവളെ എന്തൊക്കെ ചെയ്യുമെന്ന് കാണണം. വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് അത് അംഗീകരിക്കുന്നതല്ലേ നല്ലത്. അല്ല, നിന്നോട് ആരാ അഭിപ്രായം ചോദിച്ചത്? മതി, കുറച്ചു നേരമായി ഞാൻ എല്ലാം കണ്ടു കേട്ട് നിൽക്കുന്നു. ഈ വീട്ടിൽ ഏറ്റവും വലുത് മാളുവിന്റെ സന്തോഷം തന്നെയാ. അവൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണം. മഹിയും ഗംഗയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റും. വാ മോളെ. വേണ്ട, ഇത് ചെയ്യേണ്ടത് അവന്റെ അമ്മയാ നീയാ ദേവേനി. വിശുട്ടാ, അത് ഞാൻ പറയുന്നത് നീ കേൾക്കണം. കേട്ടേ മതിയാവൂ. ഇന്ന് വരെ ഒരു കാര്യത്തിലും ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ ഇത് എന്റെ തീരുമാനമാണ്. വേഗം ഗംഗയും മഹിയെ അകത്തേക്ക് സ്വീകരിക്ക്. ചെല്. ആ, എല്ലാം കൈവിട്ട് പോവാണല്ലോ മോളെ. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കല്യാണം മുടങ്ങി. അവളെ ആരതി ഒഴിഞ്ഞ്
നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റില്ല എന്നെങ്കിലും കരുതി. ഹോ, പക്ഷെ അത് സംഭവിച്ചു. ഇനി എന്ത് ചെയ്യും? അവളാ നിലവിളക്കും കൊണ്ട് പൂജാമുറി വരെ എത്തില്ല. അതിനു മുമ്പ് അവളെ വീഴിക്കണം. ആ നിലവിളക്കിന്റെ ഐശ്വര്യത്തില് അവൾ ഇവിടെ ജീവിക്കരുത്. അവളുടെ വീഴ്ചയില് ഒരു കത്തി കൊണ്ട് കുത്തും പോലെ നിലവിളക്കിൽ ഇടിച്ചു വീണ് അവള് മരിക്കണം. അമ്മ വാ. ഇതില് തെന്നി അവള് വീഴും. ആ വീഴ്ചയിൽ നിന്ന് അവൾ ഒരിക്കലും എഴുന്നേക്കരുത്. ഇന്ന് അവളുടെ അവസാനോ? വലത് കാലുവെച്ച് അകത്തേക്ക് കയറി മോളെ. എന്റെ ശ്രീ മഹേശ്വര, രക്ഷിക്കണേ, നല്ലത് വരുത്തണേ, കാത്തോളണേ. നിലവിളക്ക് കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. ഈ കൈലാസം വീട് ഇനി നിന്റെയാണ് ഗംഗെ. ഈ വീട്ടിലുള്ളവർ മുഴുവൻ നിന്നെ എതിർത്താലും നിനക്കൊപ്പം ഞാനുണ്ടാവും. ധൈര്യമായി നീ അകത്തേക്ക് കയറ്. അമ്മേ, അവള് വരുന്നുണ്ടല്ലോ. ആ കുട്ടിപ്പിശാചു കൂടെ ഉണ്ടല്ലോ. അവളാ ഈ കല്യാണം നടക്കാൻ ഒന്നാമത്തെ കാരണം. അതെ, ആ കുട്ടിപ്പിശാചു അവളുടെ കൂടെ വീഴട്ടെ. ഗംഗയെ എന്റെ മോളും വീഴുന്നത് കാണാൻ കാത്തു നിൽക്കുകയാണല്ലേ.
ഫാൻ ഇപ്പൊ എങ്ങനെയാ കറങ്ങിയത്? ഈ പൗഡർ എങ്ങനെയാ പറഞ്ഞേ? മോളെ എന്താ ഇപ്പൊ സംഭവിച്ചേ? ആരാ ഇവിടെ ഫാൻ കൊണ്ടുവച്ചേ? അറിയില്ല അമ്മേ. ഭഗവാനെ, ശ്രീ മഹേശ്വര, മഹിയേട്ടൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. അത് സംഭവിച്ചെങ്കിലും ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ അത് നടന്നത്. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എനിക്കറിയില്ല. എന്റെ ജീവിതം എങ്ങോട്ടാണെന്ന് അറിയില്ല. എല്ലാം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് ഒഴുക്കിനൊത്തു പോവാനേ എനിക്കറിയൂ. രക്ഷിക്കണേ ശ്രീ മഹേശ്വര. താങ്ക് യു ശ്രീ മഹേശ്വര. ഞാൻ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞ പോലെ ഗംഗയച്ഛൻ കല്യാണം കഴിച്ചു. ഗംഗ എന്റെ അമ്മയായി. എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ഭഗവാൻ സാധിച്ചു തരുമെന്ന് ഗംഗ പറഞ്ഞപ്പോ എനിക്ക് ഇത്ര വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വിശ്വാസമായി. ഒത്തിരി താങ്ക്സ്. എന്നാലും അവര് വീണില്ലല്ലോ മോളെ. നമ്മുടെ പൗഡർ പരിപാടിയും ചീറ്റി. ഈ പൗഡർ ഒന്നും കൊള്ളില്ല അമ്മേ. അതിലൊന്നും ചവിട്ടി ആരും വീഴത്തൊന്നുമില്ല. അതാ പൗഡറിന്റെ കുഴപ്പമൊന്നുമല്ല. കാറ്റടിച്ചപ്പോ പൗഡർ പറന്നു പോയില്ലേ? എന്തായാലും പരിപാടി ചീറ്റി. ഇനി നമുക്ക് വേറെന്തെങ്കിലും പരിപാടി നോക്കാം. എന്നാലും ആ കുട്ടിപ്പിശാച് പോലും വീണില്ലല്ലോ. അതാ സങ്കടം. അയ്യോ അമ്മേ, മോളെ ശ്രേയ. നീ എന്റെ മോളെ കുട്ടിപ്പിശാചെന്ന് വിളിക്കുവല്ലേ? അവിടെ കിടക്കടി. നിനക്കുള്ളത് ഇനിയും പുറകെ പുറകെ തരാം. അയ്യോ, അയ്യോ, എന്താ പറ്റിയത്? നീ നിലവിളക്കം കൊണ്ട് വലത് കാലം വെച്ച് വീട്ടിൽ കയറിയില്ലേ? അതിന്റെയോ? ഇനി ഇവിടെ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടറിയണം. അതൊക്കെ നീ ഒന്ന് പിടിച്ചെണീപ്പിക്കടി. നോക്കി നിൽക്കാതെ അമ്മ വന്ന് പിടിച്ചെണീപ്പിക്കടി. സൂക്ഷിച്ച് 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 സൂക്ഷിച്ച്. അമ്മ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. പതുക്കെ വാ, പതുക്കെ. നോക്കി. അവരെ സഹായിക്കണ്ടായിരുന്നു. ഒന്നുകൂടി തള്ളിയിട്ടാ മതിയായിരുന്നു. അയ്യോ, അങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ എല്ലാരോടും നല്ല കാര്യങ്ങളെ ചെയ്യാവൂ, നന്മയോടെ പെരുമാറാവൂ. എന്നാലേ ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ. എന്റെ മോളെ വളർത്തേണ്ടത് നീ തന്നെയാ ഗംഗേ. തെറ്റും ശരിയും പറഞ്ഞുകൊടുത്ത് അവളെ ഒരു നല്ല കുട്ടിയായി വളർത്താൻ നിനക്കേ സാധിക്കൂ. വാ. അയ്യോ അമ്മേ, എന്തൊരു വേദനയാ മോളെ. എന്റെ കാല് മാത്രമല്ല, കൈയും വേദനിക്കുന്നുണ്ട്. കൈയും കൂടെ ഒന്ന് തിരുമ്മ. ഇതെന്താ എല്ലായിടത്തും കൂടി ഇടിച്ചാണോ അമ്മ വീണേ? വീഴുമ്പോ അങ്ങനെ നോക്കി വീഴാൻ പറ്റുമടി? അവളെ എന്ത് ചെയ്യാൻ നോക്കിയാലും അവസാനം അതെല്ലാം നമുക്ക് തന്നെയാണല്ലോ മോളെ കിട്ടുന്നത്. ഇതും ആ ഗൗരിയുടെ പണിയാവും. അല്ലെങ്കിൽ ഗംഗയ്ക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തേല് എങ്ങനെയാ നമ്മൾ എന്റെ വീഴുന്നേ?
വന്ന് ഈ വീട്ടിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മോളെ. മോളെ പതുക്കെ. എങ്ങനെയുണ്ട് ഹൈമാവതി? എന്തു പറയാനാ നാത്തൂനെ, ഈ നടു ഇടിച്ചു വീഴുന്നതിന് ഇത്ര സുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനൊന്ന് വീഴണം. വലിയ മുടക്കൊന്നും ഇല്ലാതെ സുഖിക്കാമല്ലോ. അതൊക്കെ ഹൈമാവതി എന്നെ കളിയാക്കിയതാണോ? പിന്നല്ലാതെ ഞാൻ എന്താ പറയണ്ടേ? നടു ഇടിച്ചു വീണ് നട്ടലിന്റെ പീസ് എത്ര എണ്ണം തെറിച്ചു പോയെന്നറിയാതെ മനുഷ്യൻ നക്ഷത്ര എണ്ണ ഇരിക്കുമ്പോഴാ നാത്തൂന്റെ ഒരു ചോദ്യം. അതിന് ഇതിലും വൃത്തിയായിട്ട് മറുപടി പറയാൻ എനിക്കറിയില്ല. ശ്ശോ. എന്നാലും നാത്തൂൻ ചെയ്തത് ശരിയായില്ല.